അതായത് 2024 മാർച്ച് 10 എടത്തല കുഞ്ചാട്ടുകര ദേവി ഓഡിറ്റോറിയത്തിൻ്റെ ഹോളിൽ വെച്ചിട്ടായിരുന്നു പകുതി വിലയ്ക്ക് വണ്ടി കൊടുക്കണമെന്നുള്ള സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ഇത് വന്നിരുന്നു, ബാനറും ഇതൊക്കെ വന്നിരുന്നു. അപ്പോൾ അന്ന് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് രാവിലെ ഞങ്ങൾ പൈസ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ല. 10 ഞങ്ങൾ ആ ഫംഗ്ഷന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. ഈ 25 ഇപ്പോൾ മാർച്ച് 10 വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞങ്ങളതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പെരുമ്പാവൂർ, ഏലൂർ അവിടെ ടോക്കൺ തരാൻ വിളിച്ചു. പെരുമ്പാവൂർ അതിൻ്റെ ആര്യഭംഗി ഹോണ്ടയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇത് പേപ്പർ തരണം നമ്മൾ അതിന് വിളിച്ചു. അതൊക്കെ തന്നു. ഇതേവരെ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആരും വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എൻ രാധാകൃഷ്ണൻ ഫോൺ എടുക്കില്ല, സെന്തിൽകുമാറുണ്ട്, അവർ ഫോൺ എടുക്കില്ല, ആരും ഫോണും എടുക്കുന്നില്ല. വണ്ടി ഇതേവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഹോണ്ടയുടെ വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത്. പകരം മാറ്റി കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ യമഹയുടെ റേക്ക് വേണ്ടി കൊടുത്തു. എന്നിട്ടും ഇപ്പോൾ മാസം 1.5 കഴിഞ്ഞിട്ടും അതിനും ഒരു ആക്ഷനില്ല. ഇപ്പോൾ വണ്ടി കിട്ടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുറേ ഇഷ്ടംപോലെ പേർക്ക് വണ്ടി കിട്ടാണ്ട്. ഈ ഗ്രൂപ്പിൽ കുറേ പേര് ഇപ്പോഴും ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വണ്ടി ഞങ്ങൾക്കൊന്നും വണ്ടി കിട്ടിയിട്ടില്ല എന്ന്. അപ്പം എനിക്ക് ഏതായാലും എനിക്ക് വണ്ടി കിട്ടണം, ഹോണ്ടയുടെ വണ്ടി തന്നെ എനിക്ക് കിട്ടണം. ഞാനപ്പോൾ അതുകൊണ്ട് പരാതി ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ആ, എൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ആ പകുതി എൻ രാധാകൃഷ്ണൻ, സുനിൽകുമാർ, പിന്നെ അവിടെയുള്ള കുറേ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്പർ എടുക്കാറില്ല, ഫോൺ എടുക്കാറില്ല. വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ നോക്കാറുണ്ട്, മറുപടിയൊന്നുമില്ല. അതായത് സൈൻ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഞാൻ പൊന്നുരുന്തിയിലെ ഓഫീസിലും പോയിരുന്നു. അവിടെ വെച്ചിട്ട് അവിടെ ഫോം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് പേപ്പേഴ്സൊക്കെ കൊടുത്തു. അവിടെ നിന്നും അവരിപ്പോൾ കിട്ടും, അടുത്ത മാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. ക്യാഷായിട്ടാണ് അവിടെ ഫംഗ്ഷനിൽ പരിപാടി സൈൻ്റെ അത് 100 കണക്കിന് ആൾക്കാർ ക്യാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്, അവർ വാങ്ങിച്ചിരുന്നു. സുനിൽകുമാർ, സെന്തിൽകുമാർ, പിന്നെ അപ്പു വണ്ണാഞ്ചേരി അന്നവരൊക്കെ കൂടിയിട്ടാണ് അന്ന് ക്യാഷ് അവിടെ കളക്ട് ചെയ്ത് 100 പേരോളം അവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് ഇപ്പോഴും എന്നെ പലരും ഗ്രൂപ്പിലൊക്കെ സൈനിൻ്റെ ഗ്രൂപ്പിലുള്ള പലരും വിളിക്കാറുണ്ട്, വണ്ടി കിട്ടിയെന്ന്. ഇതേവരെ ആർക്കും വണ്ടി കിട്ടിയിട്ടില്ല. അന്ന് പറഞ്ഞേക്കണ 90 ദിവസം കഴിഞ്ഞ്, വർക്കിംഗ് ഡേയ്സ് 90 ദിവസം കഴിയുമ്പോൾ വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിൽ പല നേതാക്കന്മാർക്കും പലർക്കും വണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതേവരെ വണ്ടി അവരൊന്ന് വിളിക്കുകയോ ഒരു ഇത് ഉണ്ടായിട്ടില്ല. സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പേര് എന്നെ വിളിക്കാറുണ്ട്, ഗ്രൂപ്പിൽ വിളിക്കാറുണ്ട്, നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. പിന്നെ കുറേ പേരൊക്കെ പോയി അവിടെ നിന്ന് സൈൻ്റെ ഓഫീസിൽ നിന്ന് ചെക്ക് വാങ്ങിച്ചു. ചെക്ക് വാങ്ങിച്ചിട്ട് ചെക്ക് ബൗൺസായി പോയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പരാതി കൊടുത്തേക്കണത്. ഞാനിങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് പോയി എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങും. എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി അന്നാണ് ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്. പുള്ളിയും കൂട്ടി പല സ്ഥലത്തും പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഫംഗ്ഷൻ്റെ അവിടെ പോയി, ഏലൂർ വെച്ചിട്ട് അവിടെ ഒരു ഇതുണ്ടായി, അവിടെയൊക്കെ പോയതാണ്. ഇങ്ങനെ പല ഓഫീസുകളും കയറി ഇറങ്ങി നഷ്ടം സംഭവിക്കണമല്ലാതെ ഇതേവരില്ല. ഞങ്ങൾ പെട്ടെന്ന് പൈസ എല്ലാവരും കയ്യിലിരിക്കണമല്ലോ, ഞങ്ങൾ രാത്രി ഇതൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് പൈസ കൊടുത്തത്. ഇതേവരെ വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് വണ്ടി തന്നെ കിട്ടണം, അല്ല എങ്കിൽ വണ്ടി വാങ്ങിക്കാനുള്ള ക്യാഷ് കിട്ടണം.